നമസ്കാരം. കേരളത്തിൽ അമിത്ഷാ വരുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇടയ്ക്കിടെയുള്ള സന്ദർശനമൊക്കെ തങ്ങളുടെ പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതാണെന്നും അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ അമിത്ഷാ കേരളത്തിൽ വരണം എന്നുമാണ് കോടിയേരി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അമിത്ഷായുടെ ഓരോ പ്രാവശ്യത്തെ വരവും BJPക്ക് ഉണ്ടാക്കുന്നത് വലിയൊരു തകർച്ചയാണെന്നും അദ്ദേഹം പ്രചാരണം നടത്തിയ സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള തകർച്ച നമ്മൾ കണ്ടതാണെന്നും BJP പരാജയപ്പെട്ടതെല്ലാം നമ്മൾ കണ്ടതാണെന്നും കേരളത്തെ പിടിച്ചു കുലുക്കാനുള്ള തടിയൊന്നും അമിത്ഷാക്കില്ലെന്നുമാണ് കോടിയേരി പ്രതികരിച്ചിരിക്കുന്നത്. ഈ ശബരിമല സമരം ശക്തമാക്കാനാണ് BJPയുടെ തീരുമാനം. കേന്ദ്ര നേതാക്കൾ കൂട്ടത്തോടെ കേരളത്തിലേക്ക് വരുന്നു. പ്രധാനമന്ത്രിയും അമിത്ഷായും അടുത്ത ഈ മാസം കേരളത്തിലേക്ക് വരുന്നു. അവരെല്ലാവരും ഇവിടെ വരട്ടെ, നല്ലതല്ലേ? കേരളത്തിൽ ലോകസദ്യ ആകർഷിക്കുന്ന സ്ഥിതി വരട്ടെ. അമിത്ഷാ ഇടയ്ക്കിടെ കേരളത്തിൽ വരുന്നത് നല്ലതാണ്. അമിത്ഷാ വരുന്നതിനനുസരിച്ച് ഞങ്ങളുടെ ജനപിന്തുണ കേരളത്തിൽ കൂടിക്കൊണ്ടേയിരിക്കും. അമിത്ഷായുടെ വരവ് ഇടയ്ക്കിടെ ഉണ്ടാവണം. അദ്ദേഹം ഓരോ പ്രാവശ്യം കേരളത്തിൽ ജനങ്ങൾ കാണുമ്പോൾ BJPക്ക് തകർച്ചയാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. ഒരു മുന്നേറ്റവും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ അദ്ദേഹം പോയി പ്രചരണം നടത്തി എല്ലാ സ്ഥലത്തും BJP തോറ്റില്ലേ? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും അമിത്ഷായുടെ പരിപ്പ് പോകാത്ത സ്ഥിതി വന്നു. എന്നിട്ടാണോ ഇനി ഇവിടെ അമിത്ഷാ വന്നിട്ട് എന്ത് കുലുക്കാനാണ്? ഇവിടെ കുലുക്കാനുള്ള തടിയൊന്നും അമിത്ഷാക്ക് പോരാ. ഈ പന്തളത്തെ കൊലപാതകം ആസൂത്രിതമാണെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പാർട്ടി ഓഫീസിന് മുകളിൽ തമ്പടിച്ച് കല്ലുകൾ ശേഖരിച്ച് കർമ്മസമിതിക്ക് നേരെ ഇറങ്ങിയെന്നാണ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ട്. CPM നിനക്കറിഞ്ഞ് പറയാനുള്ളത്? ആ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. എന്താണ് സംഭവം എന്നുള്ളത് പരിശോധിച്ച് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ് പറയേണ്ടത്. അത് അത്തരമൊരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല. ആസൂത്രിതമായ ഒരു സംഭവം നടക്കാൻ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അവിടെ ഉണ്ടായിട്ടുള്ള പ്രകടനത്തിൻ്റെ ഭാഗമായി ഉള്ള കല്ലേറാണ് ഉണ്ടായത്. അതൊരു ആസൂത്രിതമാണെന്ന് പറയാൻ സാധിക്കില്ല. സാന്ദർഭികമായിട്ടുണ്ടായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഏതോ ഒരു തലതിരിഞ്ഞ പോലീസ് ഓഫീസർ എഴുതി കൊടുത്തതായിരിക്കും ആ ഒരു റിമാൻഡ് റിപ്പോർട്ട് എന്നത് മാത്രമേ പറയാൻ സാധിക്കൂ. ഈ കോഴിക്കോട് മിഠായി തെരുവിൽ മെനിഞ്ഞാന്ന് കടകൾ അടപ്പിക്കാൻ വന്ന ഘട്ടത്തിൽ അവിടെ നിന്ന് അകത്തു നിന്നും ഒരു ക്ഷേത്രത്തിനുള്ളിൽ നിന്നുണ്ടായ അറസ്റ്റുകാർ നിയന്ത്രിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്നുണ്ടായ ആഘോഷം മുസ്ലിം പള്ളികൾ കൂടി കത്തിക്കും എന്നുള്ള തരത്തിലാണ് ഇവിടെ ഈ ഞങ്ങളുടെ ഓഫീസിനുള്ളിൽ കയറിയത്. ഒരു വർഗീയ കലാപത്തിന് ആർക്കും ലക്ഷ്യമിടുന്നതായി പൊതുവിൽ എന്തെങ്കിലും ഒരു RSS രാജ്യത്തുടനീളം ശ്രമിക്കുന്നത് വർഗീയ കലാപത്തിലാണ്. പക്ഷെ വർഗീയ കലാപം കേരളത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നടക്കുന്ന പോലെ നടപ്പാക്കാൻ ഇവിടെ സാധിക്കില്ല. അതിനുള്ള ശ്രമം കേരളത്തിൽ പലപ്പോഴും നടന്നിട്ടുണ്ട്. അത് പക്ഷെ പരാജയപ്പെടുകയാണ് ഇവിടെ ഉണ്ടായത്. ഇപ്പോഴും ചില RSSകാർ ആ ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അത് കേരളത്തിൽ അനുവദിക്കില്ല, നടക്കാൻ പോകുന്നില്ല. കോഴിക്കോട്ട് അങ്ങനെ ചില പ്രചരണം നടത്തിയിരുന്നു. വർഗീയ ധ്രുവീകരണത്തിനുള്ള ചില നീക്കം നടത്തിയിരുന്നു. പള്ളിയിൽ ചില പ്രകോപനം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ പൊതുവിൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ടാണ് RSSന്റെ അജണ്ട ഇവിടെ നടപ്പാക്കാൻ കഴിയാത്തത്.